ചാട്ട കൊടുക്കാൻ വേണ്ടിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ജയിച്ചത് ഏത് ടീമാ? എന്റെ ടീം. എന്റെ ടീം, അതായത് നമ്മുടെ തങ്കുവിന്റെ ടീം. എല്ലാത്തിനും എന്റെ ടീമാണല്ലോ ജയിക്കുന്നത്. കുട്ടിയടക്കം അത് പറഞ്ഞു. അതായത് ഈ പിൻവാങ്ങളുടെ ടീം തോൽക്കാണ് അല്ലേ? നമ്മളെ വിട്ടുകൊടുത്തതാ മക്കളെ. അടുത്തതില് നല്ലത് കളിച്ചില്ലെങ്കിൽ തോറ്റാൽ അടി കിട്ടും. അല്ല, ഇന്നും കിട്ടും. കിട്ടാണല്ലോ, എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക. അടി ഇപ്പൊ തരാം. ഓക്കെ പ്ലീസ്. കുട്ടിക്കാനം വരൂ. കാട്ടോ ശരിക്കുള്ള പേര് വിളിച്ചാലേ ഞാൻ കുട്ടിയൊന്നുമല്ല, ഞാൻ വലിയ കുട്ടിയാ. അനുക്കുട്ടിയിലെ കുട്ടിയില്ലേ? അതെ. അപ്പൊ കുട്ടീന്ന് വിളിക്കണോണ്ട് എന്താ കുഴപ്പം? ചേട്ടാ, ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. 3 ഭർത്താക്കന്മാരുള്ള സംഖ്യ ഇത്. 3 ഭർത്താക്കന്മാരുള്ള സംഖ്യ. ഒരു ഭർത്താവ് ഞാൻ, ഇനി 2 ഭർത്താവ് ആരാണ്? സംഖ്യ, നമ്പർ. 13. 13 വരാൻ കാര്യം എന്താ? അതൊന്ന് വിവരിച്ചു തരുമോ? 10 എന്ന് പറഞ്ഞ ഭർത്താവ്, അങ്ങനെ 13. എന്താ അറിയായിരുന്നു? അറിയാല്ലായിരുന്നു. ചെവിയിൽ വെറുതെ വെച്ചാണല്ല സുനാനെ. MA മലയാളമാണ്, MA മലയാളം. അത് MA ലിറ്ററേറ്ററാ. അനു അടുത്ത ചോദ്യം ചോദിക്കേ. അടുത്ത ചോദ്യം ചോദിക്കേ. അയ്യവൻ പറയൂ. ചോദിക്കട്ടെ. ബാക്കിലോട്ട് തിരിഞ്ഞു നിന്നിട്ട് വിളിച്ചാൽ വിളിയേക്കുന്നത് എന്തുകൊണ്ട്? നമ്മൾ ഒരാളെ ബാക്കിൽ നിന്ന് തിരിഞ്ഞ് വിളിക്കുകയാണ്, അയാൾ എന്തുകൊണ്ട് വിളിയേക്കുന്നു? ചെവിയുണ്ട്. അല്ല. അതെ പിന്നെ നമ്മളവിടെ ചെവി കൊണ്ടാണ്. ഇനി നിങ്ങളുടെ അല്ല, അയാൾ ബാക്കിൽ കണ്ണില്ലാത്തതുകൊണ്ട്. പ്രശ്നം. അപ്പൊ അതും കൂടെ ചേർത്താ കൊടുക്കാം കേട്ടോ. 1 2 3 ഗോ. അതാടി ശരിക്കും അറിയാ? എടി SSLC-യിലെ ആമവാദമുള്ള കാലിനാണ് തല്ലണത്. നൊമ്പര വീണേ കരയരുതേ. ഈ കരച്ചില്ല സത്യം ഉണ്ടോ? നമുക്ക് പ്രതികാരം. തങ്കുവിനെ ജനങ്ങൾ പൊങ്കാലിടാൻ ഒരു കാരണമായി. ലക്ഷ്മി ഇപ്പൊ എന്താ പറഞ്ഞേ? നമുക്ക് പ്രതികാരം ചെയ്യാം. എങ്ങനെ പ്രതികാരം ചെയ്യും? എന്റെ ടീമിലല്ലേ അവര്. ചേട്ടാ തിരിച്ചറിവില്ലെന്നുള്ളത് മറന്നു. തങ്കുവിന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ അവന് കരഞ്ഞപ്പോ. ഒരു പോക്കറ്റില് ഉള്ളി, ഒരു പോക്കറ്റിൽ അമൃതാഞ്ചൻ. ഈ 2 സാധനം കൊണ്ടാണ് കയറുന്നത്. നേരത്തെ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചേക്കും. ഇതിന് തിരിഞ്ഞു ഇങ്ങനെ അടിക്കുമ്പോ തന്നെ കണ്ണിലേക്ക് നിർത്തിയോണ്ട് കരയാൻ ഒരു ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആയിരുന്നെങ്കിൽ അടിമാലി എത്ര കരണമായിരുന്നു. ഞാൻ പെണ്ണാണെങ്കിൽ അടുത്ത ഷെഡ്യൂളിൽ വരുമ്പോൾ, അതായത് അടുത്ത എപ്പിസോഡിൽ എല്ലാ 3 ഗെയിമിലും ഞങ്ങൾ ജയിച്ചിരിക്കും. ഞാനും എന്റെ ബിൻചേട്ടൻ. ഈ ഒരു ഫ്ലോർ വെച്ച് നിങ്ങൾ ചാട്ടടിച്ച് നന്നായിട്ട് തരും. നോക്കി പെണ്ണാണെങ്കിൽ ആക്ഷൻ മാത്രമേ ഉള്ളൂ. പെണ്ണാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നിന്റെ കുട്ടിത്തോ? ഞാൻ പറഞ്ഞ കുട്ടി 3 ഒരെണ്ണെങ്കിലും ജയിക്കാന്ന് പറയാൻ വളർന്നോ? കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. കേക്ക്. ഇത്തരത്തിലുള്ള വളരെ സന്തോഷമായ മുഹൂർത്തങ്ങൾക്ക് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. സുമ വരൂ. അത് കൊള്ളാലോ. സുമയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സുമയ്ക്ക് A to Z അറിയോ? അറിയാം. ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരമുണ്ട്, ഏതാ അത്? എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണത്? പെട്ടെന്ന് പറ. ഞാൻ സ്ഥിരം പോയി നിൽക്കുന്നതാണ്. എവിടത്തെ ക്യൂ? മാവി സ്റ്റോറിന്റെ ക്യൂ. പക്ഷേ മാവേലി സ്റ്റോറിലെ സാധനം മേടിച്ച് കുടിച്ച പൂസ കിട്ടോ. ഞാനൊരു വിരുദ്ധം പാടാം. വിരുദ്ധം പാടിക്കണം. ഹൃദയവാഹിനി ഒഴുകുന്നു നീ, മധുര സ്നേഹ
തരംഗിണിയാ. അടിപൊളി. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയാ. മധുര സ്നേഹ തരംഗിണിയാ. കാലമാകാശ ഗോപുര നിഴലിൽ കാലമാകാശ ഗോപുര നിഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി. കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയാ. മധുര സ്നേഹ തരംഗിണിയാ. അടിപൊളി അടിപൊളി. സൂപ്പർ. സൂപ്പർ സൂപ്പർ ആ. സൂപ്പർ. ഹൃദയവാഹിനി. തങ്കച്ചന് വെച്ചതുപോലെ നിനക്കും കൊണ്ടുവരണം. ഐഷു ഐഷു നിങ്ങൾ ആ. സ്പെഷ്യൽ ബോണ്ടിങ് ആണല്ലോ. പിന്നെ പൈസയൊക്കെ പഠിക്കണല്ലോ, ഒരു കുസൃതി ചോദിക്കാം. ടീമിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ? ടീം എവിടെ? ഐഷു ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ആ അനു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ആ. ലക്ഷ്മി ചേച്ചിയാ? ആ ലക്ഷ്മി ചേച്ചി ഫ്രണ്ട് അല്ലല്ലോ. ബാക്കാണ്. ബാക്കാണ്. സിസ്റ്റർ ആണ്. ആഹാ. Yeah. നമ്മളാരും സിസ്റ്റർ അല്ലേ? അല്ല ഫ്രണ്ട് അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്ന് പറ. ഞങ്ങള് ഫാമിലിയാ. ഫാമിലിയാ. ആ ഓക്കെ. നമ്മൾ സന്തോഷത്തിലാണല്ലേ ടീം? അതെ അതെ ആരും പറഞ്ഞു കൊടുക്കാത്ത ടീമത്തെ എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവാണ്. പിന്നെ എന്തിനാ ഇത് പറയണത്? ഐഷു പറഞ്ഞു 5 അടി എന്നെ തിരിച്ചടിച്ചോട്ടാ. വേറെ ആരും പറഞ്ഞു കൊടുക്കരുത്. ഒന്ന് പറയൂ. ഒരു പയ്യൻ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കടയിൽ പോയി. അപ്പൊ കടക്കാരൻ ചോദിച്ചു എന്ത് സാധനമാണ് വേണ്ടത്. അപ്പൊ പയ്യൻ പറഞ്ഞു, ആ പയ്യന്റെ പേരും പറഞ്ഞു, അച്ഛന്റെ പേരും പറഞ്ഞു. എന്താണ് ഒറ്റ ഉത്തരം. എന്താണ് സാധനം? പയ്യന്റെ പേരും പറഞ്ഞു, പയ്യന്റെ പേരും പറഞ്ഞു. അച്ഛന്റെ പേരും പറഞ്ഞു. ആ പയ്യൻ ഞാൻ പറയട്ടെ, 5 അടി എനിക്ക് അടിക്കാലോ. അയ്യോ പറഞ്ഞു കൊടുത്തു, അവിടെ പറഞ്ഞു കൊടുത്തു. ഇല്ല 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 പറഞ്ഞു കൊടുത്തിട്ടില്ല. എടാ, ഞാൻ എപ്പോഴുള്ള പരിപാടിയാണ് പറഞ്ഞു കൊടുക്കുന്ന പരിപാടി. ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല. എന്ത്? എനിക്ക് പറയട്ടെ ഉത്തരം. ഉത്തരം പറഞ്ഞ 5 അടി. ഇവിടെ ഇല്ലടാ പറഞ്ഞു കൊടുത്തെങ്കിൽ അറിഞ്ഞൂടെ. പറഞ്ഞു കൊടുത്ത് ഇല്ലെന്ന് ഉത്തരം പറഞ്ഞ 5 അടി ടീമേ. ഇത് ഭയങ്കര ഫൗളാണ്ട് പറഞ്ഞു കൊടുക്കണത്. ഐഷു കുറെ നാളുകൾക്ക് ശേഷം വന്നതാണ്. ക്യാമറ തൊട്ട് സത്യം പറയൂ, ഉത്തരം എവിടെന്നെങ്കിലും ലീക്ക് ആയോ ഇല്ലയോ? ഇല്ലെങ്കിൽ അറിയാലോ, ഗുരുവായൂർ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നാ. ആ എന്നാ അടിക്ക്. ശരി ഓക്കെ. ആൻസർ ടീം തന്നെ പറയൂ. കണ്ണൻ ദേവൻ. അടിച്ചോട്ടെ എന്നാ അടിച്ചോട്ടെ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അയ്യോ. ആ വലുതാവും തോറും പേര് മാറുന്ന ക. വലുതാവും തോറും പേര് മാറുന്ന കായെന്ന്. ബിനീഷെ കൊന്നാലും പറയരുത്. അല്ലാതെ കാരക്ക. ചെറുതാവുമ്പോ തൈ എന്നാ പറയണത്. ഞാൻ ഉത്തരം പറയട്ടെ. തേങ്ങ. ആ ശരി. അച്ചിങ്ങ, കരിക്ക്, തേങ്ങ. നാട്ടിയായിരുന്നു ബെസ്റ്റ് അല്ലേ? പാട്ടില് താളം ഇതിൽ കറക്റ്റ് താളായിരുന്നു. നല്ല വേദന എടുത്തിട്ടോ. വയറിലാണ് അടിച്ചത്. നല്ല പേര് എടുത്തു. ഭയങ്കര വേദന അതിന്. പണിയായ നല്ല വേദനയാ. എടീ നിന്റെ ബെസ്റ്റ് അല്ലേ? അയ്യോ അത് കരയോ. അയ്യോ ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല. പിന്നെ നീ അറിയാതെ ചെയ്യാണല്ലോ അടിക്കടി അവനെ. ഓ എനിക്ക് പേടിയാന്ന്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കരയണ ആൾക്കാരെയൊക്കെ ഒരു സീറ്റിൽ ഇരുത്തണേ. നല്ല വേദന ചേച്ചി. വയറുണ്ട് അടിച്ചത്. എന്തപ്പ വേണ്ടേ? തിരിച്ചടിക്കണം. വേണ്ട ഞാൻ തിരിച്ചടിക്കുന്നു. തിരിച്ചടിച്ചോട്ടെ. അതൊരു ബെസ്റ്റ്. അല്ല തിരിച്ചടിക്കും. ഞാൻ അടിച്ചാൽ എനിക്ക് വേദന മാറുമല്ലോ. അടിക്കുന്ന സമയത്ത് വേദന ഇല്ലാതെ അടിക്കുക. നല്ല വാശിക്കും വൈരാഗ്യത്തിനും ചെയ്യുന്നത്. നമുക്ക് ഈ വാശി തിരിച്ചു കൊടുക്കാം. Next വേദനയില്ല. episode. ഡയാന കാണിച്ചു കൊടുക്കാടി. ജയിച്ച് കാണിച്ചു കൊടുക്കാം. എന്നോട് എനിക്ക് ഒരു വൈരാഗ്യമില്ല. എന്നോട് ഞാനുണ്ട്. ശരി നെക്സ്റ്റ് വൺ. അപ്പൊ ഒരു സോറി. ഓക്കെ അടി ഓവറായി പോയി. താങ്ക് യു. അല്ല എന്താ ഓവർ അല്ലാത്ത? എന്റെ ദൈവമേ, സായിപ്പിന്റെ ബംഗ്ലാവിൽ തൂങ്ങി മരിച്ച മദാമ എന്നെ തല്ലാൻ പോവാ. ഞാനൊരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് ഇടയ്ക്ക് വിചാരിച്ചതാ. 12 മണിക്ക് ഇംഗ്ലീഷ് പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഇംഗ്ലീഷ് പാട്ടല്ല, ഒരു ചോദ്യം ചോദിക്കട്ടെ. This one, this I'm tall,
when I'm young. ഓ യാ കമാൺ ബേബി ഓ യാ. I'll be short when I get older. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഓൾഡറാന്ന് ഞാൻ പറഞ്ഞില്ലേ ബംഗ്ലാവിൽ തൂങ്ങി മരിച്ച മദാമയെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ല. അല്ല ലാസ്റ്റ് പറഞ്ഞിട്ടില്ലേ Translate ചെയ്ത് കൊടുക്കോ? ചെറുപ്പത്തില് എനിക്ക് പൊക്കം ഉണ്ടാവും, ആ. വയസ്സാകുമ്പോ ഞാൻ ചെറുതാകും, പൊക്കം കുറയും. ആ തങ്കച്ചൻ. ഇത് ചോദിക്കാൻ ഇതാണ് വലിയ കാര്യം. ആർക്കെങ്കിലും അറിയോ? ആ തങ്കച്ചന് വേണു. Candle. ഇവർ രണ്ട് സൈമാ. ഓ മെഴുകുതിരി ക്യാൻഡിൽ. അടിപൊളി. നൈസ് ആൻസർ. പതുക്കെ അടിക്കണേ. ഞാൻ ഇഞ്ചക്ഷൻ എടുക്കണ പോലെ അമ്മച്ചേനെ കൊണ്ടാ. കുറച്ച് Ready, നൂർന്ന് 1, 2, 3, go. അയ്യേ. അടിച്ച പുറം പൊളിക്കും. Okay. കണ്ടാ ആമ്പിള്ളേര് ഉമ്മ പിടിച്ചാ കണ്ടോ? നീയൊക്കെ പോയി ചാവടാ. അല്ല ഏത് ഗെയിം ചോദിച്ചാലും ലിഗ്മെന്റ് അതെ, അതെ, അതെ. പ്രോബ്ലം ലിഗ്മെന്റ് പ്രോബ്ലം മറന്നു പോയിട്ടോ ആ ഒരു ഹഗ്ഗില്. ഇപ്പൊ അടിക്കാൻ രണ്ടുപേരും ബാക്കിയുണ്ട്. അവർ രണ്ടുപേരും എന്റെ ഇടതും വലതും വന്ന് നിൽക്കും. രണ്ടുപേരും ചേർന്ന് പേടിക്കണ്ട. 1, 2 ഓടിയ വീണ്ടും കിട്ടും. 1, 2, 3.